ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അഥവാ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരിൽ നിന്നായിരിക്കും എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അഥവാ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരിൽ നിന്നായിരിക്കും നമുക്ക് നോക്കാം. സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ എനർജി കാണിക്കുന്നുണ്ട്, അതായത് ഒരു സ്ത്രീയുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ശാന്തമായ, അതുപോലെ തന്നെ വളരെയധികം കരുണയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് തോന്നുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ മനസ്സിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളാണുള്ളതെന്നാണ് കാണിക്കുന്നത്. ആ ഒരു സ്ത്രീയുടെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ടെൻ ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം തന്നെ വന്നു ചേർന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തം, അതായത് നിങ്ങൾക്ക് അതായത് എല്ലാം കൂടി നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് എല്ലാം കൂടി നിങ്ങൾക്ക് കൈകാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് ഭാരം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചുമലിൽ ഏറ്റി നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. നയൻ ഓഫ് വൺസ് കിട്ടുന്നുണ്ട്. അതായത് നെഗറ്റീവ് എനർജി ഈ ഒരു സ്ത്രീയുടെ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിവിടെ തോൽക്കുവാൻ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് നിങ്ങൾ ഇവിടെ ത്യാഗം സഹിച്ച് ഇപ്പോഴും നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളിവിടെ തോറ്റു പിന്മാറുവാനായിട്ട് തയ്യാറല്ല. നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് തന്നെയാണ് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അത് ആരിൽ നിന്നാണ്. ഫൈവ് ഓഫ് വാട്സിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം തർക്കങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തു കാര്യത്തിൽ ഇറങ്ങിയാലും, അതായത് ഒരു ഇന്റർവ്യൂവിനായിട്ട് തയ്യാറായി പോയാൽ പോലും അതിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു പരാജയം സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ വളരെയധികം ആരുമായിട്ടും വഴക്കുണ്ടാക്കാത്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് കാരണങ്ങളില്ലാതെ തന്നെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വരുമെന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി അല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ, ഈ ഒരു സ്ത്രീയുടെ നെഗറ്റീവ് എനർജിയുടെ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് പെർമനന്റ് അല്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡെത്ത് ആണ് സംഭവിക്കുന്നത്. അതായത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എൻഡായതിനു ശേഷം നിങ്ങൾ പുതുതായിട്ട് ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആരുടെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹീറോഫന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയായിട്ടാണ്. ഒരു സ്ത്രീയുടെ എനർജി, കുടുംബത്തിലുള്ള ഒരു സ്ത്രീയുടെ എനർജി. ഈ ഒരു സ്ത്രീ വളരെയധികം ഒരുപാട് വിശ്വാസിയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ഭക്തിയുള്ള, അതല്ലെങ്കിൽ വളരെയധികം ശാന്തമായ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് നിറച്ചും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്.
പക്ഷേ ഈ ഒരു നെഗറ്റീവ് എനർജി താൽക്കാലികമായിട്ടാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ബാധിച്ചതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറി വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ ഒരു ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വളരെയധികം ഒരു കൺഫ്യൂഷനിൽ അകപ്പെട്ട ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളോട് ഇവിടെ പറയാനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉടൻ തന്നെ ഒരു വ്യക്തത കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം ആശയക്കുഴപ്പത്തിലാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു വ്യക്തത കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്, ആ ഒരു വ്യക്തിക്ക് ഇനി ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് കൊടുത്തത് തിരിച്ചു കിട്ടുന്നു, അതായത് നൽകിയത് തിരിച്ചു കിട്ടുന്നു, ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ആ ഒരു വ്യക്തി ചെയ്ത ചില കർമ്മങ്ങളൊക്കെ തെറ്റായ ചില കർമ്മങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ആ ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഈ ഒരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള എനർജി കാരണം നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന് ഓപ്പോസിറ്റായിട്ടുള്ള അതിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവർ ചെയ്തതിന് ഉള്ള ആ ഒരു തിരിച്ചടി അവർക്ക് തന്നെ കിട്ടാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഈ ഒരു എനർജിയിൽ നിന്നും പുറത്തോട്ട് വരുമ്പോൾ ഇവർക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീയുടെ എനർജി ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് നിങ്ങൾക്കൊപ്പമുള്ള ഒരു എനർജി അല്ല, അത് താൽക്കാലികമാണ്. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പ്രശ്നങ്ങളും താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിലോട്ട് കൊണ്ടുവരിക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ്. ആ ഒരു വ്യക്തിയെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതെന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമാധാനത്തോടു കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.